ഗൈസ്, ഇന്നത്തെ പണി ഉണ്ണിക്ക് കുറുക്കുണ്ടാക്കാനുള്ള നേന്ത്രക്കായ അരിഞ്ഞുണക്കിയത് പൊടിക്കലായിരുന്നു കേട്ടോ. അപ്പോൾ ഇത് 2-3 ദിവസമായി ഞാൻ അരിഞ്ഞുണക്കി വെച്ചിട്ട്. അപ്പോൾ ഇത് 3-ാമത്തെ ദിവസമായപ്പോൾ തന്നെ നന്നായിട്ട് ഉണങ്ങി കിട്ടിയിട്ടുണ്ട്. ഇനി ഇതൊന്ന് പൊടിച്ചെടുക്കണം. നല്ല ക്രിസ്പി ആയിട്ടുണ്ട് കേട്ടോ. ഇങ്ങനെ പൊടിക്കുമ്പോൾ നല്ല സൗണ്ട് കേൾക്കുന്നുണ്ട്. അപ്പോൾ ഇത് എങ്ങനെയാണ് അരിഞ്ഞ് ഉണക്കുന്നതെന്നൊക്കെ ഉള്ള ഒരു ഡീറ്റെയിൽഡ് വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. കാണാത്തവരൊക്കെ ഒന്ന് കാണാം കേട്ടോ. അതിൻ്റെ ലിങ്ക് ഞാനിതിൽ കൊടുക്കാം. അപ്പോൾ നമുക്ക് മിക്സിയുടെ ജാറിലിട്ട് വേഗം പൊടിച്ചെടുക്കാം കേട്ടോ. പെട്ടെന്ന് തന്നെ ഇത് പൊടിഞ്ഞ് കിട്ടും. നന്നായിട്ട് ഇത് കണ്ടോ ഉണങ്ങിയിട്ടുണ്ട്. അതാണ് ഇങ്ങനെ കിളിങ്ങണ സൗണ്ട് കേൾക്കുന്നത്. നന്നായിട്ട് ഉണങ്ങിയിട്ട് പൊടിക്കാൻ പാടുള്ളൂ കേട്ടോ, അല്ലെങ്കിൽ പൂത്ത് പോവും. മിക്സിയുടെ ജാറിലിട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ഇത് പൊടിഞ്ഞ് കിട്ടും കേട്ടോ. എന്നിട്ട് ഇതിങ്ങനെ ഒരു അരിപ്പയിലിട്ടിട്ട് ഇങ്ങനെ പതിയെ തട്ടി കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് നല്ല പൊടി കിട്ടും. അപ്പോൾ ഇതിൽ ലാസ്റ്റ് ഇങ്ങനെയുള്ള ഈ തരികൾ നമുക്ക് കൂട്ടി വെച്ചിട്ട് ഒന്നുകൂടെ പൊടിച്ചെടുത്താൽ അതിൽ നിന്ന് കുറച്ചുകൂടെ പൊടികൾ കിട്ടും കേട്ടോ. ലാസ്റ്റ് ആ കറുപ്പ് വരുന്നത് നമുക്ക് എടുക്കണ്ട. 90 രൂപയ്ക്ക് 3 കിലോ കായ വാങ്ങി അരിഞ്ഞുണക്കി പൊടിച്ചതാണിത്. ഇത്രയും പൊടി നമ്മൾ പുറത്തുനിന്ന് വാങ്ങണമെന്നുണ്ടെങ്കിൽ 600 രൂപയെങ്കിലും ആവും. നമ്മൾ തന്നെ ഉണ്ടാക്കുന്നതുകൊണ്ട് ഇത് ധൈര്യമായിട്ട് കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാം. ഇനി ഇതൊരു എയർ ടൈറ്റ് കണ്ടെയ്നറിലിട്ട് സൂക്ഷിക്കാം കേട്ടോ.